Hi guys, അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ഹാപ്പിനെസ് ആയിട്ട് നമ്മുടെ ചാനൽ എഫ് കഫേ എന്ന ചാനൽ ഇപ്പം 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അതുകൂടാതെ ഇനിയും അങ്ങോട്ട് ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വ്യൂ ചെയ്യുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പിന്നെ അത് കൂടാതെ ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യണം. ഓൾ ഐക്കൺ ഇനേബിൾ ചെയ്യണം. അപ്പം എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഒന്നുകൂടെ. Thanks, keep support. Love you all. Hi guys, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എല്ലോ എംബെഡിങ് എന്നുള്ള ഒരു ഓപ്ഷനും പിന്നെ കൂടാതെ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം ആദ്യം തന്നെ എല്ലോ എംബെഡിങ്ങിനെ പറ്റിയിട്ട് ചെറിയൊരു ഷോർട്ടായിട്ട് പറയാം. അപ്പം അറിയുന്നവരുണ്ടാവാം ഈ കാര്യങ്ങൾ. അപ്പം പുതിയ ന്യൂ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലോ എംബെഡിങ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളിപ്പം വാട്സാപ്പിൽ നമ്മൾ യൂട്യൂബിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടാവാം, വാട്സാപ്പിൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചെയ്യുന്നുണ്ടാവാം. അപ്പം അതിൽ നമ്മൾ ഡയറക്റ്റ് വേറൊരാൾക്ക് ലിങ്ക് കോപ്പി ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പം അതൊരു പക്ഷേ അതിൽ നിന്ന് തന്നെ പ്ലേ ചെയ്ത് അവർ കാണാൻ ചാൻസ് ഉണ്ട്, സ്കിപ്പ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലോ എംബെഡിങ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ പറയുന്നത് ഡീഫോൾട്ടായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാന്നുള്ളതാണ്. അത് ഡിസ്ക്രിപ്ഷൻ നമ്മളിപ്പം ലൈവായിട്ട് ഇപ്പം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അത് ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടൻറ്റ് ആഡ് ചെയ്യും, കുറേ വേർഡ് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീഫോൾട്ടായിട്ട് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ രണ്ട് ഓപ്ഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് നമ്മുടെ ഫോണിൽ നമ്മൾ ക്രോമിൽ യൂട്യൂബ് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ. അപ്പം അതിൽ YT സ്റ്റുഡിയോയിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് YT സ്റ്റുഡിയോ. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ചാനൽ ലോഗോ, ചാനൽ ഡാഷ്ബോർഡ്. നമുക്ക് തൊട്ട് താഴെയായിട്ട് ബിലോ ലെഫ്റ്റ് കോർണറിലായിട്ട് സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ബട്ടൺ കണ്ടോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ജനറൽ, ചാനൽ, അപ്ലോഡ്, ഡീഫോൾട്ട്, പെർമിഷൻ. അപ്പം നമ്മളിപ്പം ഇതിലിപ്പം ചെയ്യാൻ പോകുന്നത് അപ്ലോഡ് ഡീഫോൾട്ടാണ്. ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് വേണ്ടത് ചാനലിൽ താഴെയായിട്ട് മൂന്നാമതായിട്ട് അപ്ലോഡ് ഡീഫോൾട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ അത് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെ കാണാൻ സാധിക്കും ബേസിക് ഇൻഫോ, അഡ്വാൻസ് സെറ്റിങ്സ്. ഓൾറെഡി ബേസിക് ഇൻഫോ ഇവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും. അപ്പം അതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കോളം ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പം അതിലിപ്പോൾ താഴെ വിസിബിലിറ്റി കാണാം, ടാഗ്സ് കാണാം. ഇതൊക്കെ നമുക്ക് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിൽ ഓൾറെഡി അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഡീഫോൾട്ടായിട്ടുള്ള എൻ്റെ ചാനലിൻ്റെ മുന്നത്തെ അപ്ലോഡിൻ്റെ ലിങ്കും പിന്നെ ഡീഫോൾട്ടായിട്ടുള്ള കുറച്ച് താങ്ക്സ് ഫോർ വാച്ച് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡീഫോൾട്ടായി സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ വേണ്ട ഡിസ്ക്രിപ്ഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിവിടെ 5000 വേർഡ്സ് ഇവിടെ ഇനേബിൾഡ് ആണ്, ചെയ്യാൻ സാധിക്കും. അതിലിപ്പം ജസ്റ്റ് എത്രയെങ്കിലും ഒരു 2K അടുത്തോ അല്ലെങ്കിൽ 2.5 അടുത്തോ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ താഴെയായിട്ട് റൈറ്റ് കോർണറിൽ കാണിക്കും ക്യാൻസൽ സേവ് എന്ന് കാണിക്കും. ക്യാൻസൽ ഓർ സേവ്, അതിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ മറക്കരുത്, എന്നാലേ പേജ് ലോഡാവുള്ളൂ. ടൈപ്പ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുക. നമുക്കിവിടെ ആ പേജ് ഇവിടെ സേവ് ആയി വന്നിട്ടുണ്ട്.
ഇപ്പം ഒരു ഓപ്ഷൻ ഇവിടെ നമ്മളിവിടെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞ് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ പറ്റും. അതായത് ഇപ്പം ഡിസ്ക്രിപ്ഷൻ്റെ മുകളിൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഡീഫോൾട്ടായിട്ട് പിന്നെ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് അപ്ഡേഷനിൽ ചേഞ്ച് വരുത്തി കൊണ്ടുവരാം. എല്ലാവർക്കും ഈ ഓപ്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി നമുക്ക് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. എല്ലോ എംബെഡിങ് എന്നുള്ളതാണ് അടുത്തത്. അതായത് മുന്നേ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ലിങ്കൊക്കെ ഷെയർ ചെയ്യുന്ന തരത്തിലുള്ളതാണല്ലോ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലോ. അപ്പം ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ടെലഗ്രാമിലൊക്കെ ചെയ്യുമ്പം നമ്മൾ ഡയറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ അവർ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കാണുമ്പം നമുക്കൊരു ഇഷ്യൂ ഉണ്ടാവും. അതായത് നമുക്ക് അതിൻ്റെ വ്യൂസോ വാച്ച് ടൈംസോ നമുക്ക് കിട്ടണം എന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അതായത് നമുക്ക് വ്യൂസോ വാച്ച് ടൈംസ് നമുക്ക് കിട്ടണമെന്നില്ല. അതായത് അത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബിൽ പോകില്ല. അത് അവിടെ തന്നെ പ്ലേ ചെയ്ത് അവർ കാണും. അത് നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് അടുത്തൊരു ഓപ്ഷൻ കാണിക്കുന്നത്. ഡയറക്റ്റ് അവർ യൂട്യൂബിൽ ഡയറക്റ്റ് ലിങ്ക്ഡ് ആയിട്ട് വാച്ച് ചെയ്യണം വീഡിയോസ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ പലരും ചെയ്യാറുണ്ടാവാം, പക്ഷേ ഇത് പലരും കാണാതെ പോകുന്ന ഒരു ഓപ്ഷനാണ് എല്ലോ എംബെഡിങ്. ജസ്റ്റ് അതുകൂടി ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. വീഡിയോയിലോട്ട് പോകാം. അതും ഇതുപോലെ നമ്മൾ ക്രോമിൽ നമ്മൾ യൂട്യൂബ് ലോഗിൻ ചെയ്യുക. നമ്മളിവിടെ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പണായി വന്നിട്ടുണ്ട്. യൂട്യൂബ് നമുക്കിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ അപ്ലോഡിങ്ങിൻ്റെ ഓപ്ഷൻ എടുക്കുക. ഡാഷ്ബോർഡിൽ ഇവിടെ കാണാൻ സാധിക്കും. വീഡിയോ അപ്ലോഡ് എന്നൊരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ക്രിയേറ്റ് എന്നുള്ളൊരു അപ്ലോഡ് വീഡിയോസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്ലോഡ് വീഡിയോസ് എന്നുള്ളൊരു ഇൻ്റർഫേസ് ഇവിടെ കാണാൻ സാധിക്കും. സെലക്ട് ഫയൽ, ജസ്റ്റ് സെലക്ട് ഫയൽ കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫയൽ, ഇപ്പം നിങ്ങൾ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോയുടെ ഫയൽ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് ഒരു ഫയൽ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് സെലക്റ്റായി വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം ആഡ് ചെയ്യേണ്ട തമ്പനയിൽ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ പ്ലേലിസ്റ്റ്, അതുപോലെ ഓഡിയൻസ്, അതുപോലെ നമ്മൾ മോർ ഓപ്ഷൻസ് താഴെയായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് ഓരോന്ന് 1 by 1 ആയിട്ട് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പം ജസ്റ്റ് ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യം എല്ലോ എംബെഡിങ് എന്നുള്ള കാര്യം. അതായത് ഇപ്പം താഴെയായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് മോർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പെയ്ഡ് പ്രൊമോഷൻ, അതിൽ താഴെ ടാഗ്സ്, അതിൽ താഴോട്ട് വന്നാൽ കാണാൻ സാധിക്കും. ലൈസൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കണ്ടോ ഇവിടെ കാണാൻ സാധിക്കും എല്ലോ എംബെഡിങ്. തൊട്ട് താഴെ പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻസ്, ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ്. ഇപ്പം എല്ലോ എംബെഡിങ് ജസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം എല്ലോ എംബെഡിങ് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ടിക്ക് ഇവിടെ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് ലൈവ് പ്ലേ ആവും. അവർ അവിടെ തന്നെ പ്ലേ ചെയ്ത് അവിടെ അവസാനിക്കും. അത് ഡയറക്റ്റ് യൂട്യൂബിൽ പോകണം, നമുക്ക് വാച്ച് ടൈംസ് ആൻഡ് ബാക്കിയുള്ള വ്യൂസ് ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ടിക്ക് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ജസ്റ്റ് ഇവിടെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബെനിഫിറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു 90%. അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു വാട്സാപ്പിലോ ടെലഗ്രാമിലോ ഫേസ്ബുക്കിലോ ചെയ്യുമ്പം അത് അവിടെ തന്നെ പ്ലേ ചെയ്ത് അവിടെ തന്നെ അവസാനിക്കും. അപ്പോൾ മാക്സിമം ഇത് അപ്ലോഡ് ചെയ്യുമ്പം ഇത് ഓഫ് ചെയ്ത് വെച്ച് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചാലും ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവായിട്ട് പറയുന്നത്.